അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുൽ ഖൗസ് ബിൻ ജമീൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം മഹാനവറുകളുടെ ശിഷ്യന്മാർ ഷെയ്ഖിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട്, അല്ലയോ ഷെയ്ഖ് അവറുകളെ, നമുക്ക് ഇന്നൽപ്പം മാംസക്കറി വെച്ചുകൂടെ എന്ന് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, അത് ഇന്ന് വേണ്ട, നാളെ നമുക്ക് വെക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ശിഷ്യന്മാർ, ഫക്കീറന്മാർ തിരിച്ചുപോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ നാട്ടിലേക്ക് വന്ന ഒരു കാഫിലക്കാരെ കൊള്ളക്കാർ കൊള്ളയടിച്ചിട്ടുണ്ടെന്നും അവരുടെ ധാന്യങ്ങളും അവരുടെ സ്വത്തുക്കളുമൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോയെന്നും വിവരം കിട്ടി. അവിടുന്ന് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു കൊള്ളക്കാരൻ മഹാനവറുകളുടെ മുമ്പിലേക്ക് വന്നിട്ട് കുറേ ധാന്യങ്ങൾ മഹാനവറുകളുടെ കൈക്ക് കൊടുത്തു. സന്തോഷത്തോടുകൂടി ഖൗസ് ബിൻ ജമീൽ റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചു. തൻ്റെ അനുയായികളായ ഫക്കീറന്മാരുടെ അടുക്കലേക്ക് ഏൽപ്പിച്ചു. അവിടുന്ന് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പിന്നൊരു കൊള്ളക്കാരൻ വന്നു, ഒരു കാളയെയും കൊടുത്തു. മഹാനവറുകൾ അതും സ്വീകരിച്ചു, തൻ്റെ ഫക്കീറന്മാരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അങ്ങനെ ആ സദസ്സിലുണ്ടായിരുന്ന ചില പണ്ഡിതന്മാർ കൊള്ളക്കാർ കൊണ്ടുവന്ന ഈ സാധനം വാങ്ങിയതും അതുകൊണ്ട് ഭക്ഷണമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതുമൊക്കെ മനസ്സുകൊണ്ട് വെറുത്തു. കാരണം ഒരു ഹറാമായ മുതലാണ്, കൊള്ളക്കാർ കൊണ്ടുകൊടുത്തതാണ്, ഇത് ഖൗസ് ബിൻ ജമീൽ റളിയല്ലാഹു അൻഹു വാങ്ങിയ തെറ്റായിപ്പോയി എന്ന് ഈ പണ്ഡിതന്മാർക്ക് തോന്നുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഖൗസ് ബിൻ ജമീൽ റളിയല്ലാഹു അൻഹു തൻ്റെ ഫക്കീറന്മാരായ അനുയായികളോട് ആ കാളയെ അറുത്ത് മാംസക്കറി ഉണ്ടാക്കാനും ആ ധാന്യങ്ങൾ കൊണ്ട് പത്തിരിയിടാനും കൽപ്പിച്ചു. കൽപ്പന പ്രകാരം അനുയായികൾ പ്രവർത്തിക്കുകയും പത്തിരിയും ഇറച്ചിക്കറിയുമൊക്കെ റെഡിയായ ശേഷം അത് ഭക്ഷിക്കാൻ വേണ്ടി മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ മഹാനവറുകൾ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ആ പണ്ഡിതന്മാർ അവരുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യം തുറന്നു പറഞ്ഞു. നിങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയെന്നും ഈ ഹറാമായ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്നും അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാമെന്നും പറഞ്ഞു. മഹാനവറുകൾ ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷിക്കാം, വിമർശനം അസ്ഥാനത്താണെന്ന് നിങ്ങൾക്ക് പിന്നെ ബോധ്യപ്പെടും, അതുകൊണ്ട് വേണമെങ്കിൽ ഭക്ഷിക്കാമെന്ന് പറഞ്ഞു. മഹാനവറുകളും അനുയായികളും ആ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ ഓടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, അല്ലയോ ശൈഖ് അവറുകളെ, ഞങ്ങൾ അങ്ങയുടെ അനുയായികളായ ഫക്കീറന്മാർക്കും അങ്ങയ്ക്കും വേണ്ടി നേർച്ചയാക്കിയ കുറച്ച് ധാന്യങ്ങളും ഒരു കാളയും അടക്കം ഞങ്ങൾക്ക് ഒരു കുറേ സാധനങ്ങൾ ഇന്നലെ നഷ്ടപ്പെട്ടു പോയി, കൊള്ളക്കാർ കൊള്ളയടിച്ചു കൊണ്ടുപോയി, അതുകൊണ്ട് അങ്ങയുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ മറുപടി കൊടുത്തു, നിങ്ങൾ നേർച്ചയാക്കിയ കാളയും നിങ്ങൾ നേർച്ചയാക്കിയ ധാന്യങ്ങളും ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങളത് ഭക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ വന്ന ആൾ അത്ഭുതത്തോടു കൂടി അവിടുത്തെ അനുയായികളോട് എന്താണ് സംഭവമെന്ന് ചോദിച്ചപ്പോൾ ഫക്കീറന്മാരായ അനുയായികൾ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അവിടുന്ന് മനസ്സമാധാനത്തോടു കൂടി തിരിച്ചുപോയി. ഞങ്ങൾ കൊണ്ടുവന്ന നേർച്ചയാക്കിയ സാധനം
ബഹുമാനപ്പെട്ട ഖൗസ് ബിൻ ജമീൽ റളിയല്ലാഹു അൻഹുവിനും ഫക്കീറന്മാർക്കും കിട്ടിയെന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. അവർ സന്തോഷത്തോടു കൂടി തിരിച്ചു പോയെങ്കിലും അവിടെ ഇരുന്ന ചില പണ്ഡിതന്മാർ വല്ലാതെ ബേജാറിലായി. അറിയാതെ മുൻധാരണയോടുകൂടി പലതും പറയുക എന്ന ഒരു സ്വഭാവം നമുക്കുള്ളതാണ്. അതേപോലെ മുൻധാരണ പ്രകാരം പണ്ഡിതന്മാർ പറഞ്ഞ വാക്കിൽ വല്ലാതെ ഖേദിച്ചു. ബഹുമാനപ്പെട്ട ഖൗസ് ബിൻ ജമീൽ റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് ചോദിക്കുകയും അങ്ങേയറ്റം ദുഃഖിക്കുകയും ചെയ്തു. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് സത്യം മനസ്സിലാക്കാതെ ഒരാളെയും വിമർശിക്കരുത് എന്ന കാര്യം എപ്പോഴും ഓർമ്മിക്കണം. മഹാന്മാരായ ആലിമീങ്ങളെയും അതുപോലെ തന്നെ ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും അങ്ങനെയുള്ള ഒരു കുറേ ഉന്നത സ്ഥാനത്തുള്ള മഹദികളും ഇവരൊക്കെയും നാം ഒരു കാരണവശാലും വിമർശിക്കാൻ പാടില്ല. അവരുടെ ചരിത്ര കഥകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പലതും തോന്നും. ആ തോന്നലുകളൊക്കെ അസ്ഥാനത്താണ് എന്നത് നമുക്ക് ബോധ്യപ്പെടും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരെ സ്നേഹിക്കാൻ നാം പഠിക്കുക. അവരുടെ തെറ്റുകൾ കണ്ടെത്താൻ നോക്കാതെ അവരുടെ കഴിവുകൾ നാം മനസ്സിലാക്കി അവരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യണം. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ. നമ്മുടെ എല്ലാവിധ രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.